അപ്പോൾ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കാൻ പോകണം. അതും ആദ്യത്തെ സർവീസാണ്. നമ്മുടെ കോഴിക്കോടുള്ള പ്രിൻസ് മോട്ടോഴ്സിലാണ് നമ്മൾ വണ്ടി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റു റിവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് എല്ലാവരും പറയുന്നത് കേട്ടായിരുന്നു, ഏകദേശം 2000 രൂപ വേണം സർവീസ് കോസ്റ്റ് വരിക എന്നുള്ളത്. സോ ഞാനും ആ എക്സ്പെക്ടേഷനാണ് പോകുന്നത്, 2000 രൂപയല്ലേ വരുള്ളൂ എന്നുള്ളത്. എല്ലാവരും നിൽക്കണ പോലെ തന്നെ ക്യൂ തന്നെ നിന്നു. കാരണം ആർടിഎക്സിന് വേറെ തന്നെ ആളായിരുന്നു. കാരണം അവിടെയുള്ള മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് നോക്കില്ല എന്ന് പറഞ്ഞു. കാരണം ആർടിഎക്സിന് ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നോക്കുക. സോ അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആള് വന്നു. ഒരു എസ്റ്റിമേറ്റ് ഏകദേശം 3000 രൂപയാണ് നമുക്ക് എസ്റ്റിമേറ്റ് ഇട്ടത്. എസ്റ്റിമേറ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിയെങ്കിലും 2000 രൂപ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. കാരണം എസ്റ്റിമേറ്റ് അല്ലേ നമുക്ക് തന്നതെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഇത് സർവീസിന് കൊടുത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാണ്. ഓട്ടോയിലല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, ഓട്ടോ തന്നെ പോകുന്നു. അപ്പോൾ അവിടെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് എത്തിക്കോളാൻ പറഞ്ഞു സർവീസ് സെന്ററിലോട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഓട്ടോ വിളിച്ചു. ഏകദേശം 5:10 നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, നമ്മുടെ പ്രതീക്ഷ. പിന്നെ അവിടെ ചെന്നു, നേരെ കസ്റ്റമർ ലോബിയിൽ ഇരുന്നു. ബാലേട്ടൻ സിനിമ കണ്ടു. കുറേ കാലത്തിന് ശേഷം ടി വിയിൽ സിനിമ കാണുന്നത്. കാരണം മൊബൈലിൽ മാത്രം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ടി വി ഇപ്പം ഒരു വല്ലാത്തൊരു എന്താ പറയുക അനുഭൂതിയാണല്ലേ, ഒരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ നമ്മുടെ ബില്ല് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3000 രൂപയുടെ അടുത്താണ് എനിക്ക് ബില്ല് വന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഏകദേശം 2900 രൂപയോളം വന്നിട്ടുണ്ട്. എസ്റ്റിമേഷൻ്റെ പോലെ തന്നെ ഏകദേശം ആ രൂപയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ആർട്ടിക്സിന് ഫേസ് ചെയ്തൊരു കാര്യം ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. നല്ലപോലെ തന്നെ ബാറ്ററി കംപ്ലൈൻറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സർവീസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബാറ്ററി കംപ്ലൈൻറ്റ് ഫീൽ ചെയ്തു. പിന്നെ എനിക്കൊരു നെഗറ്റീവ് അടിച്ചത് ക്ലീൻ അല്ലായിരുന്നു. കഴിഞ്ഞ് വന്നപ്പോൾ ചളി തെറിച്ചു എന്നാണ് അവർ പറഞ്ഞത്. വണ്ടിയുടെ ബാക്കിലൊക്കെ നല്ല ചളി ഉണ്ടായിരുന്നു. ഫ്രണ്ടൊക്കെ ക്ലിയർ ആയി. എന്തായാലും സർവീസ് കഴിഞ്ഞു. ബൈ.